ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോ പിള്ളേരെ കൊണ്ട് തോറ്റു. എന്താ നളിനിയമ്മയ്ക്കൊരു ടെൻഷൻ പോലെ? അഷീതയും പൃഥ്വിയും തമ്മിൽ ചെറിയൊരു വഴക്ക്. അതിനെക്കുറിച്ച് പറയായിരുന്നു. വഴക്കോ? അതെന്ത് പറ്റി? അല്ല, ആരെയും വന്നിട്ട് പോയ? ഓ അതോ, അഷിത ജോലി കിട്ടിയതിന്റെ ഭാഗമായിട്ട് ഇവിടെ വെച്ച് പാർട്ടിയോ മറ്റോ നടത്തുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങൾ നടത്താൻ വന്നവരായി പോയത്. അതിന്റെ പേരിൽ തന്നെ ആയിരുന്നു വഴക്കും. അഷിത പാർട്ടി നടത്തുന്നു? ആ താരയുടെ കമ്പനിയിൽ ജോലി കിട്ടിയതിന്റെ പേരിൽ അവരെല്ലാവരും ചേർന്ന് എന്തോ ആണ് നടത്തുന്നത്. താരയുമായിട്ട് ചേർന്ന് ഇവിടെ വെച്ച് പാർട്ടി നടത്തണമെങ്കിൽ അതിലെന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ ദുർഗ. അല്ല, പൂർണിമേച്ചി ഇതിനെ സമ്മതിച്ചോ? സമ്മതിക്കാതെ പറ്റില്ലല്ലോ. താരയ്ക്ക് പൂർണിമയോടുള്ള ശത്രുത അറിയുന്നുകൊണ്ട് പൃഥ്വിക്ക് ഇതിന് വലിയ താല്പര്യമില്ല. അതിന്റെ പേരിൽ അവര് തമ്മിൽ ഒന്ന് രണ്ടും പറയുകയും ചെയ്തു. ഈ കാര്യത്തില് പൃഥ്വിക്കൊപ്പം തന്നെയാ ഞാനും. അഷിതയ്ക്ക് പാർട്ടി നടത്തണമെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും വെച്ചാവാലോ. എന്താ ചെയ്യ? ആ കുട്ടിയുടെ വാശി നിനക്കറിയാവുന്നതല്ലേ. സമ്മതിക്കാതെ പറ്റില്ലല്ലോ. അതാ പൂർണിമ എതിർക്കാതിരുന്നത്. ചേച്ചിയെ സ്നേഹിക്കുന്ന പൃഥ്വിക്ക് അവളെ വേദനിപ്പിക്കുന്നതിനോട് യോജിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ ഒരിക്കലും അഷി ശ്രമിക്കാറില്ലല്ലോ. അവൾക്കെപ്പോഴും സ്വന്തം സന്തോഷങ്ങൾ മാത്രം പ്രധാനം. അതിന് കാരണം തന്റെ ചെറിയമ്മയാ. ചെറുപ്പം മുതലേ അങ്ങനെയാണല്ലോ അവളെ ശീലിപ്പിച്ചു വെച്ചിട്ടുള്ളത്. എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും അഷി ഒരു അമ്മയാകാൻ പോകുന്ന ഈ സമയത്ത് അവളെ വേദനിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അതാ കുഞ്ഞിനെയും കൂടി ബാധിക്കും. അതാ രണ്ടാളും ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയത്. അത് നന്നായി. നിങ്ങൾ പോയി ഫ്രഷ് ആവ്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഈ പാർട്ടി അത്ര ശരിയല്ലല്ലോ ദുർഗ. ഇതിന് പിന്നിൽ അഷിതയ്ക്കും താരയ്ക്കും എന്തൊക്കെയോ ദുരുദ്ദേശങ്ങളുണ്ട്. അതെ, ആ താര അഷിതയെ ആയുധമാക്കി പൂർണിമേച്ചോട് പക വീട്ടാൻ ശ്രമിക്കുകയാണെന്ന് ഉറപ്പാ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അവരുടെ ഉദ്ദേശം എന്തു തന്നെയായാലും നമ്മളത് നടത്തില്ല.